പ്രത്യക്ഷത്തിൽ തല്ലും, രഹസ്യമായി തലോടും. ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ നിലപാട് ഇതാണ്. പുറമേ കണ്ണുരുട്ടി കാണിക്കുമ്പോഴും കോടിക്കണക്കിന് രൂപയുടെ ആയുധ ഇടപാടും സഹായങ്ങളുമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത്. ഇസ്രായേലുമായി $1 ബില്യൺ വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക തയ്യാറാകുന്നതായി പുതിയ റിപ്പോർട്ട് വരുന്നു. $700 മില്യൺ 120 mm ടാങ്ക് വെടിമരുന്ന്, $500 മില്യൺ യുദ്ധവാഹനങ്ങൾ, $100 മില്യൺ 120 mm മോർട്ടാർ റൗണ്ടുകൾ എന്നിവയാണ് ഇസ്രായേലിന് അമേരിക്ക എത്തിക്കുക. നെതന്യാഹുവും US പ്രസിഡന്റ് ജോ ബൈഡനും വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഫോണിൽ ചർച്ച നടത്തിയതായി വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ യുദ്ധം തുടരാനുള്ള നീക്കമാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേലിന് ആയുധം നൽകുന്നത് തുടരുമെന്ന് ഷിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ കമല ഹാരിസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, അതിനൊപ്പമാണ് താനെന്നാണ് കമല പറയുന്നത്. ഒക്ടോബർ 7 ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനി ഒരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത്, അതിനുവേണ്ടി എന്ത് സഹായവും നൽകുമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം അമേരിക്ക നൽകുന്ന ആയുധങ്ങൾ ഉടൻ കിട്ടില്ലെന്നാണ് വിവരം. US കോൺഗ്രസിൻ്റെ അനുമതിയാണ് ആദ്യ കടമ്പ. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത്. അതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറാൻ അമേരിക്ക ശ്രമിക്കുന്നത്. ഗസയിൽ നിന്നും ജെറുസലേമിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു പിന്നാലെയാണ് അമേരിക്കയുടെ പിന്തുണയും വന്നിരിക്കുന്നത്. ഗസ മുനമ്പിനും ഈജിപ്തിനും ഇടയിലുള്ള പ്രധാന അതിർത്തി പ്രദേശമായ ജെറുസലേമിലെ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം സ്ഥിരീകരിച്ചതായി വാർത്തകൾ വന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറക്കിയ പ്രസ്താവനയിൽ നെതന്യാഹു ഈ വാർത്തകൾ നിഷേധിച്ചതായി സിൻഹുവ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗസ ഇസ്രായേലിന് സുരക്ഷാ ഭീഷണി ഉയർത്തില്ലെന്ന് ഉറപ്പാക്കുന്നതുൾപ്പെടെ സുരക്ഷാ ക്യാബിനറ്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന യുദ്ധലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതുവരെ ഈ തീരുമാനത്തിൽ മാറ്റമുണ്ടാകില്ലെന്നും നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താതെ തന്നെ തങ്ങളുടെ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇസ്രായേലിന് കഴിയുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലി യെനെറ്റ് ന്യൂസ് വെബ്സൈറ്റാണ്.